നമസ്കാരം. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നരേശനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ശ്രീ വെള്ളാപ്പള്ളി നരേശൻ. നമസ്കാരം. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് താങ്കൾ 2 പതിറ്റാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ 20 വർഷക്കാലത്തെ? വളരെ സന്തോഷകരമായിരുന്നു, വളരെ അഭിമാനകരമായിരുന്നു, അതിനുള്ള വളരെ ആത്മസംതൃപ്തിയായിരുന്നു. കാരണം ഞാൻ വരുന്നതിന് മുമ്പുള്ള SNDP യോഗത്തെ പറ്റി എല്ലാവർക്കും അറിയാം. പത്രം മുറിക്കലും കല്യാണം നടത്തിക്കലും ഈ ചതയും കന്നിയഞ്ചും ആചരിച്ചും ആഘോഷിച്ച് നടക്കുന്ന ഒരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു പുത്തൻ മുഖം, അതായത് പഴയ മുഖം എന്ന് പറയാം. SNDP ഒരു സമരസംഘടനയാണ്. ആ സമര സ്വഭാവങ്ങളിലേക്കും അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനും അവകാശബോധത്തെപ്പറ്റി ജനങ്ങളിൽ ഉദ്ബോധിപ്പിക്കുവാനും പ്രവർത്തനം ആരംഭിച്ച ആദ്യകാല ശൈലിയിലേക്ക് SNDPയെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഒരു സമരസംഘടനയുടെ സ്വഭാവം സാമൂഹ്യ നീതിക്ക് വേണ്ടി ജനങ്ങളെ സജീവമാക്കാനും സമുദായത്തിന് അർഹതപ്പെട്ടത് ചോദിക്കാനും പറയാനും ഉള്ള ഒരു വിചാരങ്ങളും ഉണ്ടാക്കി സമുദായം എന്ന് പറയുന്ന ഒരു അപമാനമായിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ ഈഴവനെന്ന് പറയുന്ന ഒരു അഭിമാനമാണ് എന്ന് പറയുവാനുള്ള ഒരു ചിന്തയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിച്ചു. അതിനെല്ലാം ഉപരി ഈ രാജ്യത്ത് ഞാൻ വരുന്ന കാലത്ത് ദാരിദ്ര്യം ദേഹിക്ക് താഴെയായിരുന്ന സമുദായത്തിൽ സാമ്പത്തികമായൊരു വലിയൊരു ഉന്നമനം എൻ്റെ പരമലക്ഷ്യമായിരുന്നു. ഏതാണ്ട് 60-62 കൊല്ലത്തെ ജനാധിപത്യ ഭരണത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അപഗ്രഥിച്ച് നോക്കിയാൽ ഈഴവരാതി പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും ഈ രാജ്യത്ത് നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കിയപ്പോൾ ഒന്നും ലഭിച്ചിട്ടില്ല. അതെല്ലാം തന്നെ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ സംഘടിത മതശക്തികളെയും വോട്ട് ബാങ്കുകളെയും കേന്ദ്രീകരിച്ച് നിയമവും ചട്ടവും ഉണ്ടാക്കിയപ്പോൾ ഇവിടെ അർഹതപ്പെട്ട പലർക്കും നീതി നിഷേധിക്കപ്പെട്ടു പോയി. ആ നീതി നിഷേധിക്കപ്പെട്ട അവശ്യ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചു. അതിൻ്റെ പേരിൽ തന്നെ കോടിക്കണക്കിന് രൂപ എനിക്ക് പാണ്ടിപ്പലിശക്കാരായിരുന്നു ഈ രാജ്യത്ത് മുഴുവൻ കയറി ഇറങ്ങി കൊള്ളപ്പലിശ നടത്തുന്ന പാണ്ടിപ്പലിശക്കാർ ഏതാണ്ട് പൂർണ്ണമായി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും നല്ലൊരു ശതമാനം കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഈഴ സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് അവർ പണം കൊടുത്ത് കൊണ്ടിരുന്ന ആ സിസ്റ്റത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് സമുദായ അംഗങ്ങൾക്ക് ആവശ്യത്തിന് പണം കൊടുക്കുവാനും അതിലൂടെ ഗുരുഭക്തി, അതോടൊപ്പം സംഘടനാബോധം, ഹൃദയശീലം, സമ്പാദ്യശീലം മേടിച്ചാൽ കൊടുക്കുക എന്നുള്ള ആ പുതിയ ഒരു ശൈലി, അങ്ങനെ ഒരു പുത്തൻ സംസ്കാരത്തിലേക്ക് വളർത്തുവാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് അവർ തരുന്ന സ്നേഹം, ഞാൻ ഒരുപാട് സ്നേഹം കൊടുക്കുമ്പോൾ അവർ ഒരു കുടം സ്നേഹമാണ് എനിക്ക് തരുന്നത്. ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും ഇങ്ങനെ അപാലവൃത്തം ജനങ്ങൾ അവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ ആ നന്മ മനസ്സിലാക്കി അവരൊരുപാട് എന്നെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇത്തരം കൊല്ലം എനിക്ക് മരിക്കാനത്തത്. ഒരു ആൾ കുമാരനാശാൻ മാത്രമാണ് 10-15 കൊല്ലം ഇവിടെ ഇരുന്നത്. അതും ഒറ്റയടിക്കല്ല, 2 ഘട്ടങ്ങളിലായിട്ടാണ്. അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് വിമർശനങ്ങളുണ്ടാക്കി. അദ്ദേഹത്തിന് കള്ള എന്ന് വിളിച്ച് ആ ദുഃഖത്തിൽ അദ്ദേഹം മനംനൊന്ത് ഇതിൽ നിന്ന് ഇടക്ക് മാറിയതാണ്. എന്നിട്ട് പിന്നെ രണ്ടാമതും വന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം രാമവൃക്ഷത്തിലെ കുയിലെന്ന പദ്യശകലം വരെ എഴുതിയത്. എന്തുമാകട്ടെ, ഇതിൽ വരുന്നവരെല്ലാം കള്ള എന്നുള്ള പേര് കെട്ടി പോകുന്നതും കള്ളനെന്ന് പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം എന്നും ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ആ പ്രേതങ്ങൾ എന്നേലും ശക്തമായിട്ടുണ്ട് വന്ന് കയറി. പക്ഷേ ഇതെല്ലാം വരുമ്പോഴും ഇത് സംഭവിക്കുമെന്ന് എനിക്ക് മുൻകൂട്ടി അറിയാവുന്ന ആയിരുന്നുകൊണ്ട് എൻ്റെ മുൻഗാമികളുടെ അനുഭവങ്ങൾ, ശങ്കർ സാറിനാണെങ്കിലും MK രാഘവനായാലും ഇവർക്കുണ്ടായ അനുഭവങ്ങളും കുമാരനാശാൻ വരെ ഉണ്ടായ അനുഭവങ്ങളെല്ലാം നല്ലപോലെ കണ്ടും തൊട്ടും മനസ്സിലാക്കാൻ സാധിച്ച എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ എൻ്റെ കർമ്മകാണ്ഡത്തിന് എന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് എന്നെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും എനിക്കൊരു പരാജയം വന്നില്ല എന്ന് മാത്രമല്ല, എതിർത്തവർക്ക് ഒരൊറ്റ ആളിന് പോലും കെട്ടിവെച്ച പൈസ കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാകാതെ ദീർഘനാൾ ഇനി എൻ്റെ ടൈം തീരാൻ ഇനി 4 കൊല്ലം കൂടെയുണ്ട്. ആ 4 കൊല്ലം കൂടെ തീരെങ്കിൽ 24 കൊല്ലം
തുടർച്ചയായി ഭരിച്ച ഒരു ജനറൽ സെക്രട്ടറി എന്ന പദത്തിലേക്ക് എനിക്ക് വരാൻ സാധിക്കും. അത് ഇപ്പോൾ 20 കൊല്ലം തന്നെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് എനിക്ക് ഏറെ അഭിമാനമുണ്ട്. കാരണം നല്ലത് ചെയ്യുന്നവരോടുകൂടി ജനങ്ങളുണ്ടാകും. പല രാഷ്ട്രീയ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതിലുണ്ടായിട്ടുണ്ട്. ഇതൊന്നും സമുദായത്തെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിലങ്ങതിരിയായി ഉണ്ടാകാതെ എന്നെ സംരക്ഷിച്ച് സംഘടനയെ സുശക്തമാക്കാൻ ഒരു ശക്തമായ നേതൃനിര തന്നെ സമുദായത്തിലുണ്ടായി. ആവാനവൃദ്ധം ജനങ്ങൾ ഇതിനകത്ത് പങ്കാളികളായി. മൈക്രോ ഫൈനാൻസിൽ സ്ത്രീകളോടൊപ്പം തന്നെ കുടുംബശ്രീയിൽ ഇതുണ്ടാകുന്നു, അതുപോലെ തന്നെ യൂത്ത് മൂവ്മെൻ്റ് ഉണ്ടാകുന്നു, വനിതാ സംഘം ഉണ്ടാകുന്നു, പിന്നെ വയോജനങ്ങളുടെ ഉണ്ടാകുന്നു, പിന്നെ എംപ്ലോയീസ് ഫോറങ്ങളിൽ ഉണ്ടാകുന്നു. അങ്ങനെ സമുദായത്തിലെ ആപാലവൃത്തം ജനങ്ങൾ വിവിധ സംഘടനകളിലൂടെ ഇതിൽ കണ്ണികളായി ചേർന്നതോടുകൂടി തന്നെ ഇതൊരു മഹാപ്രസ്ഥാനമായി വളരുകയും ഉയരുകയും ചെയ്തു. അതിൽ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ഏറെ സന്തോഷവും സംതൃപ്തിയും ഉണ്ട്. എങ്ങനെയാണ് താങ്കൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ വഴിതെറ്റി വന്നതാണ്. ഞാനൊരു നല്ലൊരു റെയിൽവേ കോൺട്രാക്ടറായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അന്ന് ഞാൻ കൊങ്കണിലാണ് പണി. ആലപ്പി കായംകുളം, ആലപ്പി എറണാകുളം ഈ പണികളെല്ലാം ചെയ്ത് മധുര ഡിണ്ടിഗൽ ഈ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നേരെ കൊങ്കണിലേക്ക് എന്നെ ശ്രീധരൻ സാറ് ക്ഷണിക്കപ്പെടുകയാണ്. ക്ഷണിച്ചു എന്നുള്ളതാണ് നേരെ. അവിടെയാണ് ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ അതിനുശേഷം ഞാനിവിടെ എൻ്റെ റെയിൽവേയിൽ ഞാൻ കാണിച്ച ആ എഫിഷ്യൻസി കൊണ്ടാണ് എന്നെ അങ്ങോട്ട് അദ്ദേഹം ക്ഷണിച്ചത്. ഞാനവിടെ പോയി വർക്ക് എടുത്തു, ഭംഗിയായി ചെയ്ത് കൊങ്കൺ റെയിൽവേയിൽ ഞാൻ ഒറ്റ പ്രാവശ്യം ടെൻഡർ ചെയ്തു. ബാക്കിയെല്ലാം തന്നെ എനിക്ക് എൻ്റെ എഫിഷ്യൻസി കൊണ്ട് എന്നെ വിളിച്ച് പണി തരികയാണ് ചെയ്തത്. അങ്ങനെ പണിയെല്ലാം തീർന്ന സമയത്താണ് ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. അതായത് ശിവഗിരിയിലെ മുന്നിൽ തീമേഘങ്ങൾ വളർന്നു. അവിടുത്തെ പോലീസ് നരനായാട്ട് അതൊന്നും ഞാനൊരു കക്ഷിയല്ലെങ്കിലും അന്നത്തെ യൂണിയൻ്റെ യോഗത്തിൻ്റെ നേതൃത്വം മിസ്റ്റർ ഗോപിനാഥനാണ്. ഗോപിനാഥനെ മാറ്റണമെന്നുള്ളൊരു വലിയ വികാരം ജനങ്ങളിൽ SNDP യോഗ പ്രവർത്തകരെല്ലാം ഉണ്ടായി. അതിന് പ്രത്യേകിച്ച് നേതൃത്വം കൊടുത്തത് ശാശാനന്ദ സ്വാമിയാണ്. അദ്ദേഹം വന്ന് നിർബന്ധിച്ച് ഞാൻ അതിലേക്കൊന്ന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലപ്പോഴും ഒഴിയാൻ നോക്കിയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പല കാരണങ്ങളാൽ ഒഴിയാൻ സാധിക്കാതെ എന്നെയും എൻ്റെ സഹപ്രവർത്തകരെ എല്ലാം കൊണ്ട് എന്നെ ആകെ വലിഞ്ഞു മുറുക്കി ആ ട്രാക്ക് തെറ്റി ഞാൻ റെയിൽവേ ട്രാക്കിൽ നിന്ന് ഈ ട്രാക്കിലേക്ക് വന്നു എന്നുള്ളതാണ് നേരെ. ആദ്യം ഒരു മത്സരരംഗത്ത് SNDP യോഗത്തിൻ്റെ ഒരു മത്സരരംഗത്ത് ഞാൻ വന്നിട്ടില്ല. എന്നാൽ അതൊക്കെ മുമ്പ് ഞാൻ SN ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. അതും ഞാൻ മത്സരിച്ച് ജയിച്ചവനാണ്. പക്ഷേ SNDP യോഗ രംഗത്ത് ഞാൻ വന്നിട്ടില്ല. SNDP യോഗ രംഗത്ത് എൻ്റെ മുൻഗാമിയുടായിരുന്ന രാഘവൻ വക്കീലിനെ ജയിപ്പിക്കാൻ വേണ്ടി എന്നും അതിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് SNDPയുടെ SN ട്രസ്റ്റിൻ്റെ അങ്ങനെ സമുദായത്തിൽ കേരളത്തിലുള്ള എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധം എനിക്കന്നുണ്ടായിരുന്നു. എന്തുമാകട്ടെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലെങ്കിലും ഗോപിനാഥനെ തോൽപ്പിക്കണമെന്നുള്ള ആ ഒരു വികാരത്തിലുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ വൻപിച്ച വിജയത്തോടു കൂടി എൻ്റെ ഗുണം കണ്ടല്ല, എതിരാളിയുടെ ദോഷം കൊണ്ടാണ് എതിരാളിക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിച്ചു. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ എൻ്റെ കർമ്മത്തെപ്പറ്റിയോ എൻ്റെ കർമ്മശുദ്ധിയെപ്പറ്റിയോ എന്നെപ്പറ്റിയോ വേണ്ടത്ര ആളുകൾക്ക് അറിവില്ലാഞ്ഞിട്ട് പോലും എന്നെ ജയിപ്പിച്ച് എൻ്റെ ഗുണം കൊണ്ടല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. എതിരാളിയുടെ ദോഷം കൊണ്ട് ആ എതിരാളിയെ എങ്ങനെ ഈ ഭൂമുഖത്തു നിന്നും സമുദായ രംഗത്തു നിന്നും മാറ്റണമെന്നുള്ള ജനങ്ങളുടെ അടങ്ങാത്ത ആവേശം കൊണ്ട് അദ്ദേഹം മാറ്റപ്പെട്ടു. അതിനുശേഷം ഞാൻ സെക്രട്ടറിയായി. അതോ രണ്ടിൻ്റെയും കൂടെ ഒന്നിച്ച് സെക്രട്ടറി ആകുകയാണ്. SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും ജനറൽ സെക്രട്ടറിയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി തൊഴിലും ഇതും രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെ ഞാൻ എൻ്റെ തൊഴിൽ കോൺട്രാക്റ്റ് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു. കാരണം വെല്ലുവിളി ഒരുപാട് വന്നപ്പോഴത്തേക്ക് 24 മണിക്കൂർ ഇതിനകത്ത് നിന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒക്കില്ല. ഒരു എന്നെപ്പറ്റി ഒരുപാട് ആക്ഷേപം, കൊടകാരനാണ്, തണ്ടനാണ്, മണ്ടനാണ്,
ഒരു വാക്ക് പോലും മലയാളത്തിൽ പറയാൻ അറിയാൻ പാടില്ലാത്തവനാണ്. അതിനെല്ലാം ഉപരി ഇയാൾ വലിയ പണക്കാരനാണ്. അങ്ങനെ എന്നെപ്പറ്റിയുള്ള അപവാദങ്ങൾ കള്ളുകുടിയനാണെന്നും പെണ്ണുകുടിയനാണെന്നും ഒഴിച്ചു ബാക്കി എല്ലാ ദോഷങ്ങളും ഈ ലോകത്തുണ്ടോ അതെല്ലാം മുഴുവൻ എതിരാളി വരുത്തിയപ്പോൾ ഞാൻ ആരാണെന്ന് ജനങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ തലക്കൽ വളം വെച്ചാൽ പോരാ, ഗ്രാസ് റൂട്ടിലിറങ്ങി, ശാഖാതലങ്ങളിറങ്ങി, കുടുംബ യൂണിറ്റ് വഴി ഇറങ്ങി അവിടെ എല്ലാം അവരോടൊപ്പം നിന്ന്, സാധാരണക്കാരോടൊപ്പം നിന്ന്, അവരിൽ ഒരുവനായിട്ട് നിന്ന് അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് ഞാൻ ആരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും എന്നെക്കൊണ്ട് എന്ത് ഗുണം കിട്ടുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ എനിക്ക് സാധിക്കണമെന്നുള്ള ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരെ കുടുംബ യൂണിറ്റുകളുണ്ടാക്കി. അതോടൊപ്പം തന്നെ ശാഖകളിൽ എല്ലാ യോഗങ്ങളിലും പോകാൻ തുടങ്ങി. വിളിക്കുന്ന എല്ലാ യോഗങ്ങളിലും വലിയ ഉപജാപങ്ങളോ അല്ലെങ്കിൽ ഉപചാരങ്ങളോ ഒന്നുമില്ലാതെ ആരും ഫോണിൽ വിളിച്ചാലും മതി, ഞാൻ വിളിക്കുന്ന പാട്ടിൽ ഞാൻ ചെന്നിരിക്കും. അങ്ങനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയായി ഞാൻ മാറി. അങ്ങനെ എന്നെ ആളുകൾക്ക് മനസ്സിലായി. എന്നെക്കൊണ്ട് ഈ അധികാരം എൻ്റെ കയ്യിൽ വന്നപ്പോൾ എന്നെക്കൊണ്ട് എന്ത് പ്രയോജനം നാട്ടുകാർക്ക് കിട്ടും, അംഗങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഞാൻ ബോധ്യപ്പെടുത്തി. അപ്പോഴത്തേക്ക് അഹവികയായി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾ കൂടി. അങ്ങനെ ഓരോന്ന് കഴിഞ്ഞ ശേഷം പല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ തിരഞ്ഞെടുപ്പിലെല്ലാം തന്നെ എനിക്ക് എന്നെ എതിർത്ത സ്ഥാനാർത്ഥികൾക്കൊന്നും കെട്ടിവെച്ച പൈസ പോലും കൊടുക്കാതെ എന്നെ പൂർണ്ണമായും വിജയിപ്പിച്ചത് ഇവിടുത്തെ ജനങ്ങളുടെ ആ വലിയ മനസ്സും അവരിൽ എന്നിൽ കാണിച്ച സ്നേഹവും ആദരവും, അവർക്ക് ഞാൻ കൊടുത്ത സ്നേഹത്തിന് അവർ ഒരു കുടം സ്നേഹമാണ് എനിക്ക് തന്നത്. അങ്ങനെ വയസ്സ് 80 ആകുകയാണ്. 79 കഴിഞ്ഞ് 80ലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രായമുള്ള ഞാൻ ഇന്നും ഊർജ്ജസ്വലമായി നടക്കാനും പോകാനും സാധിക്കുന്നതും അവരുടെ എല്ലാം ഉത്തേജനവും പ്രാർത്ഥനയും കൊണ്ടാണ്. ഞാൻ എന്നും വിളിക്കുന്ന പാടുകളിലെല്ലാം പോവുകയും പ്രവർത്തിക്കുകയും ആ ദുഃഖിതരും ദുരിതരുമായ ആളുകളെ കണ്ടാൽ അവരുടെ കണ്ണീര് കുടിച്ചിട്ട് പോലെയല്ല, കണ്ണീരൊപ്പും. അതിന് എന്ത് കർമ്മം ചെയ്യാനൊക്കെ ആ കർമ്മം ഓൺ ദ സ്പോട്ട് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമെന്ന് വെച്ചാൽ അത് ചെയ്തിരിക്കും. പഠിക്കാൻ ആളുകൾക്ക് താല്പര്യമുള്ളവർക്ക് സാമ്പത്തിക സഹായം ചെയ്യും, മൈക്രോ ഫൈനാൻസിലൂടെ മറ്റു സഹായങ്ങൾ ചെയ്യും. അങ്ങനെ വിവിധങ്ങളായ സഹായ പദ്ധതികൾ ആവിഷ്കരിച്ച് പാവങ്ങളെ കൂടുതൽ ഉദ്ധരിക്കാൻ ശ്രമിച്ചതോടുകൂടി അവരിലേക്ക് എന്നിലുള്ള വിശ്വാസം വർദ്ധിച്ചതാണ് ഇങ്ങനെ ഇരിക്കാൻ ഇടവന്നത്. അങ്ങനെ വോട്ട് ചെയ്ത എനിക്ക് എന്നോട് സ്നേഹം കാണിച്ച, ഔദാര്യം കാണിച്ച ഒരുപാട് സമുദായ സ്നേഹികളുണ്ട്. ഇതിൽ അസൂയക്കായ ആളുകൾ അപ്പുറം വിമർശിക്കുന്നവർ കാണും. ഇന്നലെ വരെ അവർക്ക് സാധിക്കാത്തത് ഇന്ന് ഞാൻ നടത്തുന്നു. മാത്രമല്ല അവരാഗ്രഹിച്ച, പലപ്പോഴും അവർ സ്ഥാനം മോഹിച്ചത് എതിർത്തിട്ട് പോലും അവരെല്ലാം കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ തരിപ്പണപരമായി തവിടുപടിയുമായി രംഗത്തുനിന്ന് മാറ്റപ്പെടുന്നു. പലപ്പോഴും പല സമ്മേളനങ്ങളും പല പ്രക്ഷോഭങ്ങളും നടത്തിയിട്ട് പോലും ആ പ്രക്ഷോഭണത്തിൻ്റെ കൊടുങ്കാറ്റുകളൊന്നും ഏശാതെ അത് വെറും അവരുടെ എല്ലാ വിമർശനങ്ങളും തന്നെ എനിക്ക് പൂമാലയായിട്ടാണ് പിന്നെ മാറിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രതിസന്ധിയില്ല, കാര്യങ്ങളെല്ലാം ഭംഗിയായി വൃത്തിയായി പോയിക്കൊണ്ടിരിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സമുദായത്തിന് താങ്കൾ നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണ്? മൈക്രോ ഫൈനാൻസ്. ഇവിടുത്തെ പാവപ്പെട്ട സ്ഥിതി നിങ്ങൾക്കറിയില്ല. കൊള്ളപ്പലിശക്കാരെടുക്കുന്ന പണം വാങ്ങിക്കരുത്. ഈ നാട്ടിൽ ഞാൻ കണ്ടവനാണ്. കൊള്ളപ്പലിശ തമിഴന്മാരിവിടെ വീടെടുത്ത് പൈസയായിട്ട് ഇവിടെ വന്ന് താമസിച്ചിട്ട് അവർ ഈ വീടുകളിൽ കയറി പണം കൊടുക്കുകയും പണം കൊടുക്കാൻ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എത്തിയാലും വീട്ടിൽ നിന്ന് സ്ത്രീകൾ ഒളിച്ചോടുന്നവരെ കണ്ടവനാണ് ഞാൻ. അപ്പോൾ ഇത് ഞാൻ കണ്ടവൻ, ഇതിനൊരു മാറ്റം വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ മൈക്രോ ഫൈനാൻസിലാണ് ഞാൻ ഏതാണ്ട് 4000 കോടിയോളം അടുത്ത രൂപ ഇന്ന് കൊടുത്തു കഴിഞ്ഞു. 75,000 സ്വയം സഹായ സംഘങ്ങളുണ്ട്. ആ ഒരു സംഘം അത് × 20 എന്ന് പറയുമ്പോൾ എത്രയോ ലക്ഷം ജനങ്ങൾക്കാണ് അതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടുക. ഒരു ബാങ്കിലെ സഹകരണമുണ്ട്. ആ ബാങ്കിലെ സഹകരണത്തിലും ആണ് ഞാൻ കൊടുക്കുന്നത്. ആ അവരുടെ സഹകരണത്തിൽ ഈ സാമ്പത്തിക സഹായം കിട്ടുമ്പോൾ അവരുടേതായ സ്നേഹം, അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ സംതൃപ്തിയും മനസ്സമാധാനവും. ഇന്നലെ വരെ ഒരു പണയുടെ സ്വർണ്ണമില്ലാതിരുന്ന പല സ്ത്രീകൾക്കും ഇന്ന് ഒരു കമ്മലെങ്കിലും മേടിച്ചിടാൻ സാധിക്കുന്നതും, വീട്ടിൽ സമ്പത്തിന് ഞാൻ വിചാരിച്ചാൽ ഇപ്പോൾ എൻ്റെ രൂപ ഉണ്ട് എന്നുള്ള ഒരു ആത്മധൈര്യം. ഞങ്ങളുടെ നാട്ടിൽ ഒരു അസുഖം വന്നാൽ
പ്രസവത്തിന് പോകാൻ ഇടവന്നാൽ 5 പൈസ പോലും ഇല്ലാത്ത കുടുംബത്തിൻ്റെ ആ മനസ്സ് തീയകത്ത് കത്തുന്നൊരു വിചാരവും പ്രയാസമായിരുന്നു. ഇന്നിപ്പോൾ അവർക്ക് ആർക്കും അങ്ങനെ പ്രയാസമില്ല. എത്ര രൂപ വേണമെങ്കിലും അപ്പോൾ അവർക്ക് കിട്ടാവുന്ന സംവിധാനം ഇന്ന് അവരിലുണ്ട്. അതുകൊണ്ട് ശാന്തിയും സമാധാനവും അവർക്ക് പണവരുടെ കയ്യിലുണ്ട്. ഏത് പരിസ്ഥിതിയിലും അവർക്ക് അതെടുത്ത് അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സംവിധാനത്തിൽ എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ആ പ്രാർത്ഥന, അവരുടെ സന്തോഷം, ഏത് വേദി ചെന്നാലും ഏത് സമ്മേളനത്തിൽ ചെന്നാലും അവരെല്ലാം നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹവും കെട്ടിപ്പുണലുകളും ആ നമ്മൾ തരുന്ന ആദരവും കാണുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഈ ആയസ് അവരെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് അവിടെ എല്ലാം പ്രാർത്ഥന കൊണ്ടാണ്. അവിടെ ഞാൻ ചെയ്തതിൽ ഏറ്റവും മഹത്തായൊരു കർമ്മം എന്ന് പറഞ്ഞാൽ ഈ മൈക്രോ ഫൈനാൻസ്. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള കർമ്മ പദ്ധതികളും ഞാൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ജനാധിപത്യം വന്ന് ഇത്രയും കൊല്ലമായിട്ട് വീടില്ലാത്ത ഒരുപാട് ആളുകൾ ഈ രാജ്യത്തുണ്ട്. പ്രസ്ഥാനത്തെ വിദ്യാഭ്യാസ കച്ചവടത്തിനും താങ്കളുടെ വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. എന്താണ് ഇതിലെ വാസ്തവം? എന്നിട്ട് ഈ ആരോപണങ്ങൾക്കൊന്നും തെളിയിക്കുവാനോ അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്നെ ഭരണത്തിൽ നിന്ന് മാറ്റാനോ ഇവർക്ക് വല്ലതും സാധിച്ചോ? ഈ ആരോപണം പറയുന്ന ആളുകൾ പറയുന്നതിനകത്ത് ഒരു സത്യമില്ലെന്നും ഈ ആരോപണം പറയുന്നവരാണ് കുറ്റക്കാരെന്നും ജനങ്ങൾക്ക് ബോധ്യമായി. ചിലർ ഒരുപാട് ആരോപണം പറയുന്നുണ്ട്. ഈ കൊള്ളപ്പലിശക്കാരനാണ് കയറി എന്നെ വിമർശനം നടത്താൻ പോയാൽ ഞാൻ പലിശക്കാരനാണ് എന്ന് പറയാൻ സാധിക്കുമോ? അതോടൊപ്പം സ്ഥാനം നഷ്ടപ്പെട്ട ചിലരുണ്ട്. അവരും മാറി നിന്ന് കുറ്റങ്ങൾ പറയും. അവർ കുറ്റം പറയേണ്ടത് അവരുടെ ആവശ്യമാണ്. കാരണം അവർക്ക് സ്ഥാനമോഹമുണ്ട്. ആ സ്ഥാനമോഹമുള്ളവർക്കെല്ലാം തന്നെ എന്നെ കുറ്റം പറയാതെ എങ്ങനെയാണ് അവർക്ക് വലിയ സാധിക്കുക? എന്നിട്ട് ഈ പറഞ്ഞവർ എന്തുകൊണ്ട് ജനകീയ കോടതിയിൽ വന്നുകൊണ്ട് എത്ര കേസാണ് കൊടുത്തത്? ഒരു കേസെങ്കിലും ജയിച്ചാൽ അവർ ജനകീയ കോടതിയിൽ വന്നുകൊണ്ട് അവർ ആ കോടതിയിൽ കയറ്, അവിടെ അഭിപ്രായം വോട്ടെടുക്കുക. അവിടെയെല്ലാം ഇവിടെ ഈ പത്രമാധ്യമങ്ങൾ, കാരണം പണമുണ്ട്, ചാനലുണ്ട്, അതുകൊണ്ടെല്ലാം ചാനലിലേക്ക് സംഭാവന കൊടുക്കുന്നവർ കാണും, പരസ്യം കൊടുക്കുന്നത് കാണും. അതുകൊണ്ട് എനിക്ക് ഞങ്ങളുടെ പണവും ഇല്ല ഭരണവും ഇല്ല. അപ്പോൾ എന്ത് പറ്റും? ഞങ്ങൾക്ക് ചാനലുകാരും സഹായിക്കാനല്ലേ. എനിക്ക് എപ്പോഴും നെഗറ്റീവ് ന്യൂസുകളായിരിക്കും എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നെഗറ്റീവ് ന്യൂസുകൾ ഒന്നും എന്നെ ബാധിക്കാത്തത് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ പത്രം എന്നുണ്ട്. അതെന്ന് പറഞ്ഞ ജനമാണ്. ആ ജനത്തിൻ്റെ പത്രത്തിനിടയിൽ ദിവസവും ഞാനിങ്ങനെ പ്രോഗ്രാമില്ല. എനിക്ക് ഈ പ്രോഗ്രാമുമായിട്ട് ഞാൻ ജനങ്ങളുടെ ഇടയിൽ ചെന്ന് ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏത് ചാനലിലും ഏത് പത്രത്തിലും എന്ത് പരസ്യം എന്നെ ചീത്ത പറഞ്ഞാലും അത് നുണയാണ് എന്ന് പറയാൻ ലക്ഷക്കണക്കിന് പത്രമായിട്ടും ചാനലായിട്ടും ജനങ്ങൾ ഇപ്പോൾ അവർ പറഞ്ഞോളും. അവരല്ല എന്നെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും തിരഞ്ഞെടുത്തതും. അവരുടെ ഉള്ളിൽ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ അവരുടെ ഉള്ളിൽ ജീവിക്കുന്നു, അവരെന്നെ ഏറെ സ്നേഹിക്കുന്നു. അത് തന്നെ കാരണം. ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിലെ ഐക്യത്തിന് വേണ്ടി താങ്കൾ മുൻകൈ എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് സാധ്യമാകാതെ പോകുന്നത്? അത് SNDP യോഗത്തിൻ്റെ ഒരു തീരുമാനമാണ്. കാരണം ഭൂരിപക്ഷ സമുദായത്തിന് പാർശ്വവൽക്കരിക്കപ്പെടുന്നു ഈ രാജ്യത്ത്. അതായത് നായാടി തൊട്ട് നമ്പൂതിരി വരെയുള്ള വിഭാഗങ്ങളുടെ കൂട്ടായ്മ ഈ രാജ്യത്ത് അനിവാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അർഹതപ്പെട്ട നീതി കാലാകാലങ്ങളിലുള്ള സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല. അത് ലഭിക്കണമെങ്കിൽ കൂട്ടായ്മ വേണം. വോട്ട് ബാങ്കുകളെ മാത്രം നോക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ സഹായിക്കുവാനുള്ള പദ്ധതിയും പരിപാടിയും നിയമങ്ങളിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷം ന്യൂനപക്ഷമാണോ? ഇവിടെ സമ്പത്ത് മുഴുവൻ ആരുടേലാണ്, ഭരണം ആരുടേലാണ്, ഭൂമി ആരുടേലാണ്, വ്യവസായം ആരുടേലാണ്, എസ്റ്റേറ്റ് ആരുടേലാണ്? ഇതെല്ലാം നിങ്ങളൊന്ന് പരീക്ഷിച്ച് പോകണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം ന്യൂനപക്ഷങ്ങളുടെ കയ്യിൽ അമർന്നിരിക്കുകയും അവർക്ക് മാത്രം സംരക്ഷണം നൽകുന്ന നിയമങ്ങളും ചട്ടങ്ങളും ഇവിടെ ഉണ്ടാകുന്നു. അത് ശരിയല്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ജാതിയില്ല മതമില്ല എന്നെല്ലാവരും പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ചില പ്രത്യേക മതങ്ങൾക്ക് ഇവിടെ സംരക്ഷണം കൊടുക്കുന്ന, അവർക്ക് പഠിക്കുന്നതിന് വേണ്ടി സ്കോളർഷിപ്പ് കൊടുക്കുന്നു. അവരുടെ കുട്ടികൾക്ക് IAS IPS പ്രത്യേകം കോച്ചിങ് കൊടുക്കാൻ ഫണ്ട്. ഇല്ലാത്തവരാണ് ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ആ ന്യൂനപക്ഷങ്ങൾക്ക് ഇങ്ങനെ ഫണ്ട് സർക്കാരിൽ നിന്ന് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വിദ്യാഭ്യാസമോ മേഖല ഈ ന്യൂനപക്ഷങ്ങളെല്ലാം കേരളത്തിൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. ഭൂരിപക്ഷ സമുദായത്തിലൂടെ എന്തുണ്ട്? UGC ശമ്പളം മേടിക്കുന്ന അധ്യാപകർ നിങ്ങൾ കണക്കെടുത്ത് നോക്കിക്കോളൂ. ആരാണ് കേരളത്തിൽ? റവന്യൂ കൊടുക്കുന്ന എല്ലാവരും കൂടെയാണ്.
പക്ഷെ അത് പങ്കിട്ട് വിടുമ്പോൾ ഇവിടെ ഭൂരിപക്ഷത്തിനൊന്നുമില്ല, ന്യൂനപക്ഷം എല്ലാം കൊണ്ടുപോകുന്നു എന്നുള്ള ആ സത്യം, അവരെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു ഐക്യം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ പിടിച്ചു പറ്റാറില്ല, അർഹതപ്പെട്ടത് നമുക്കും കൂടെ ചോദിച്ച് വാങ്ങുവാൻ ഒരു കൂട്ടായ്മ അനിവാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്തയും ആഗ്രഹം. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചേ തീരൂ. വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു സമുദായമാണ് താങ്കളുടേത്. പല ശ്രമങ്ങളും നടത്തിയിരിക്കുന്നു. വിചാരിച്ചത്ര ഒരു ഉന്നമനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, തീരെ പുറകിലാണ്. കാരണം നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കിയാൽ IAS IPS കാരുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് നോക്കിയോ, സമുദായത്തിൻ്റെ എത്ര പേരുണ്ട്? ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ നോക്ക്, എവിടെ ഇരിക്കുന്നു? ലാസ്റ്റ് ഗ്രേഡിലും കാണും, ക്ലാർക്കിലും പിയൂണിലും കാണും. എന്താ ഇല്ലാത്തത്? വിദ്യാഭ്യാസ മേഖലയിൽ R ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് 11 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചത്. അദ്ദേഹം മൺമറഞ്ഞിട്ട് ഇപ്പോൾ 40-44 കൊല്ലമായി. അതിനുള്ളിൽ 3 കോളേജാണ് തന്നത്, ചെങ്ങന്നൂരും ചാത്തന്നൂരും ഷൊർണൂരും. കേരളത്തിൽ 14 ജില്ലകളുടെ 6 ജില്ലകളിൽ 7 ജില്ലയിൽ ഒറ്റ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമില്ല. ഈ സമുദായം എങ്ങനെ ഉദ്യോഗ പ്രബുദ്ധരാകും? ഇടുക്കി ജില്ലയിൽ ഒറ്റെണ്ണം പോലും ഉണ്ടോ? കാസർഗോഡുണ്ടോ? മലപ്പുറത്തുണ്ടോ? വയനാടുണ്ടോ? ഇവിടെയെങ്ങും ഇഷ്ടംപോലെ സമുദായങ്ങളുണ്ട്. പക്ഷേ അവർക്ക് പഠിക്കാൻ പള്ളിക്കൂടം ഉണ്ടോ? പഠിപ്പിക്കാൻ അവർക്ക് സൗകര്യമുണ്ടോ? ഈ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ആരാണ്? ഏത് സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനം കൂടുതൽ കിട്ടുന്നു ആ സമുദായം പ്രബുദ്ധരാകും, സ്വാഭാവികമാണ്. ആ പ്രബുദ്ധത നേടാൻ കാരണം ഇവിടുത്തെ നിയമവും ചട്ടം എന്താണ്? ഒരു SNDP യോഗത്തിന് കോളേജ് കിട്ടിയാൽ 50% അധ്യാപകർ ഈഴവരോ തീയരോ ആയിരിക്കണം. ഇവിടുത്തെ നിയമം അതാണ്. 20% ഈഴവരെ മെറിറ്റിൽ എടുത്തിരിക്കണം, 20% പട്ടികജാതിക്കാർക്ക് കൊടുത്തിരിക്കണം, 20% മാനേജ്മെൻറ്റിന് മിനിമം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാം, 40% ഓപ്പൺ. അതിൻ്റെ അർത്ഥം ഈഴവനൊരു കോളേജ് കിട്ടിയാൽ 40% ഈഴവരെ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടുകയല്ലേ? പക്ഷേ സ്ഥിതി എന്താണ്? ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനമില്ല, എങ്ങനെ പഠിപ്പിക്കാനാണ്? ഹൈസ്കൂൾ എത്തരേണ്ട ഇവിടെ ഞങ്ങളുടെ എണ്ണത്തേക്കാൾ പകുതി മെമ്പർഷിപ്പ് അംഗങ്ങളുള്ള സമുദായത്തിന് അവർക്ക് ഞങ്ങളെക്കാൾ എത്രയോ ഇരട്ടി സ്കൂൾ ഇവിടെയുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആ വിദ്യാഭ്യാസം ഒരു തൊഴിൽദാന പരിപാടി കൂടിയാണ്. 2 ഗുണം, പഠിക്കാനും പഠിപ്പിക്കാനും അവസരം രണ്ടാണ്. ഇതാർക്ക് കിട്ടാനാണ്? ഞങ്ങൾ കാശ് മുടക്കി ഞങ്ങൾ കോളേജ് വിടുന്നത് ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കുമെന്നാണ് ചില തിരുമേനിമാർ പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അത് ശരി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്, നമ്മളെല്ലാമാണ് കൊടുക്കുന്നത്. അപ്പോൾ ജാതി പറയുക ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, പറയാൻ നിർബന്ധിതരാക്കുകയാണ്. ജനാധിപത്യം വന്ന 10-62 കൊല്ലം കഴിഞ്ഞിട്ടും ഈഴവനും തീയനും എന്ത് നീതിയോടെ കിട്ടി പറ? ബാക്കിയുള്ളവരെന്തെല്ലാം ഒപ്പിട്ടുകൊണ്ട് പോയി. വിദ്യാഭ്യാസ മേഖല തൊഴിൽ മേഖല തന്നെയാണ്. ഇതുപോലെയാണ്. അതുകൊണ്ടെന്ന് പറ്റി വിദ്യാഭ്യാസ മേഖല തന്നെ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മറ്റ് സമുദായങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുണ്ടോ? ഇല്ല. ഇല്ലാത്തവർക്കൊരു പരിഗണനയും പരിരക്ഷ നൽകി അവരെ കൂടെ ഉയർത്താനുള്ള കർമ്മ പദ്ധതി ആവിഷ്കരിക്കേണ്ടതിന് പകരം ഉള്ളവരെല്ലാം തന്നെ പിന്നെയും വാരി കൊടുക്കണം. ഇപ്പോൾ ഞങ്ങൾക്ക് സ്വാശ്രയം തന്നു കോളേജ്. ഈ സ്വാശ്രയം തരണമെങ്കിൽ അതിനുള്ള കാശ് മുടക്കണം, ശമ്പളം ഉണ്ടാകണം, കനത്ത ഫീസ് പിള്ളേർക്ക് പിരിച്ചല്ലേ കൊടുക്കാനൊക്കെ. അത് എഴുതിട്ട് തന്നാൽ ഫീസ്, തുച്ഛമായ ഫീസിന് എന്തുമാത്രം കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും? UGC ശമ്പളം കിട്ടുന്ന അധ്യാപനം ഉണ്ടാവില്ല, ഇതാണുണ്ടാവുമോ? ഇപ്പം കൊടുക്കുന്നത് എത്രയാണ്? 12,000 15,000 രൂപയല്ലേ ശമ്പളം കൊടുക്കുന്നത്? UGCയുടെ ആണ് സ്റ്റാർട്ടിങ് തന്നെ 50,000 രൂപ കിട്ടുകയല്ലേ? അപ്പോൾ ഈ സമ്പത്ത് എവിടെ പോകുന്നത്? അപ്പോൾ ഇവിടെ നിയമവും ചട്ടവും ഉണ്ടാക്കി ഒരു പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെല്ലുന്ന രീതിയിലേക്കല്ലേ എല്ലാം കൊണ്ടുപോയിക്കണം, ചാലിൽ തിരിച്ചു കൊണ്ടുപോകല്ലേ? ഇവിടെ ഒരു 2ാം ഭൂപരിഷ്കരണ നിയമം നടത്തേണ്ട കാലങ്ങൾ എത്രയോ കഴിഞ്ഞ്, എന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സർക്കാർ? ഇവിടെ ഭൂമിയില്ലാത്തവർ എന്തുമാത്രമാണ്? വീടില്ലാത്തവർ ഈ രാജ്യത്ത് ഭൂമിയില്ലാത്ത ഈ പഞ്ചായത്ത് 1.5 പഞ്ചായത്തുണ്ട്. ഞങ്ങൾ കണക്കെടുത്തപ്പോൾ 482 പേർക്ക് വീടില്ലാത്തവരാണ് ഇവിടെ. ജനാധിപത്യം 62 കൊല്ലം കഴിഞ്ഞില്ലേ?
എന്തായത് സംഭവിച്ചത്? അപ്പോൾ ഇവിടുത്തെ അതേസമയത്ത് നിങ്ങൾ മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് ഒറ്റെണ്ണമില്ല, വീടില്ലാത്തവർ ഭൂരിപക്ഷത്തിൽപ്പെട്ടവരാണതല്ല. ഇതെന്തേ ഇങ്ങനെ സംഭവിച്ചു ജനാധിപത്യത്തിൽ? കേരളത്തിൽ ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കുന്നു. എന്തുകൊണ്ടാണ് ഈഴവ സമുദായത്തിന് ഇത് സാധിക്കാതെ പോകുന്നത്? അതായത് ഈഴവന് മേടിക്കാൻ സാധിക്കാത്തത് അവന് കൂട്ടായ്മയില്ല. അവരെ ഒന്നിച്ചു നിന്നൊരു ബാർഗൈനിങ് നടത്തുവാൻ വോട്ട് ബാങ്കല്ല. വോട്ട് ബാങ്ക് ആയിരുന്നുവെങ്കിൽ ഇതെല്ലാം അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒപ്പിട്ടെടുക്കാമായിരുന്നു. ബാക്കിയുള്ളത് അങ്ങനെയല്ലേ ഇത്. ലീഗിനെ പറ്റിയൊരു കാലത്ത് എന്താ പറഞ്ഞത്? ചത്ത കുതിരയാണെന്നല്ലേ പറഞ്ഞത്. ഇപ്പം അന്ന് മുഹമ്മദ് കോയ എന്താ പറഞ്ഞത്? ചത്ത കുതിരയല്ല, ഉറങ്ങുന്ന സിംഹമാണെന്ന് പറഞ്ഞത്. ആ സിംഹത്തെ ഉയർത്തി ഇന്ന് കേരള രാഷ്ട്രീയം ആരെങ്ങനെ ഭരിക്കണമെന്ന്, ആര് ഇടതു വന്നാലും വലതു വന്നാലും അവർക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു നിലയിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ ലീഗുകാർക്ക് കൊണ്ടുപോകാൻ സാധിച്ചുവെങ്കിൽ അത് അവരുടെ കഴിവാണ്, അവരുടെ കൂട്ടായ്മയാണ്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിനെ പറ്റി എന്താ പറഞ്ഞത്? പള്ളിയെ തള്ളി പറഞ്ഞിട്ട് എന്നാൽ നിങ്ങളെടുക്കാമെന്നാണ് പറഞ്ഞ ഒരു വലിയ രാഷ്ട്രീയ നേതാവ്, വിപ്ലവ നേതാവ്. ആ പറഞ്ഞ ആളുകളെ ബിങ്കാവുകളിൽ നിന്ന് പള്ളിയിൽ കിടക്കുകയല്ലേ അച്ഛനെ കാണാൻ. അച്ഛനെ കാണാനൊത്തില്ലെങ്കിൽ അപ്പിയാരെങ്കിലും കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് അവരും വോട്ട് ബാങ്കായി മാറി. അവൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് അതിൽ വിജയിച്ചവൻ അവനെല്ലാ മേഖലയിൽ കയറി അധികാര സ്ഥാനങ്ങളിൽ ചെന്ന് അവൻ ഒപ്പിട്ടെടുത്തു. ശങ്കർ സാറും അധികാരത്തിൽ കയറി. അദ്ദേഹം ഒപ്പിട്ടെടുത്തപ്പോൾ എന്താ പറഞ്ഞറിയാവാ? എൻ്റെ സമുദായത്തിന് അർഹതപ്പെട്ട ഞാൻ ഒപ്പിട്ടെടുക്കുന്നു, മറ്റു സമുദായത്തിന് അവകാശപ്പെട്ട ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അന്നും അപേക്ഷ ക്ഷണിച്ചപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേണ്ടത്ര അപേക്ഷയില്ലാഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ അനുവദിച്ച് തരത്തില്ല, തരണമെന്നുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൂടെ അപേക്ഷ വേണമെന്ന് പറഞ്ഞു. അവിടുന്ന് അപേക്ഷ മേടിച്ചു കൊണ്ട് വന്നിട്ടാണ് അദ്ദേഹം ഒപ്പിട്ട് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിച്ചത്. പക്ഷെ അതിനുശേഷം വന്ന മന്ത്രിമാരാരാണ്? ഓരോരുത്തരും ചില സമുദായത്തിൻ്റെ പ്രാതിനിധ്യം കൊണ്ട് വന്നവർ അവർ വകുപ്പ് തന്നെ സ്വന്തം സമുദായത്തിൻ്റെ വകുപ്പായി മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾക്കൊരു പരിഗണനയും പരിരക്ഷയും കിട്ടില്ല. അത് അവരുടെ ഗുണമാണ്, ഞങ്ങളുടെ ദോഷമാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കൂട്ടായ്മ, അവർ വിലപേശി കാര്യം നേടാനുള്ള ആ ശക്തി ആർജിക്കാൻ, സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സാമൂഹ്യ നീതി നേടാൻ സാധിക്കൂ എന്നുള്ളൊരു വിചാരം കേരള കോൺഗ്രസിനും ലീഗിനും ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ഈ കേരളത്തിൽ ഇവർ രണ്ടുപേരെയും ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള കേരള ഭരണം ഒരു മുന്നണിക്ക് സാധിക്കാത്ത നിലയിൽ അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അവർ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, തമ്മിൽ പ്രശ്നം കാണും. അവരിൽ തന്നെ ഉണ്ടെങ്കിലും അവരുടേതായ പൊതുകാര്യം വരുമ്പോൾ അവർ ഒരേ മനസ്സോടുകൂടി നിൽക്കുന്നു. പക്ഷേ ഈഴവനത് ചെയ്യുന്നില്ല. അവനെ ഭിന്നിപ്പിച്ച് നിർത്തുക എന്നും അവൻ്റെ സംഘടനാ പ്രവർത്തനം തകർക്കുക എന്നും ഉള്ള കാര്യത്തിൽ എല്ലാ മുന്നണികളും പരസ്പരം മത്സരിക്കുന്നു. അറിവിൻ്റെ കുറവ് കൊണ്ട് പലപ്പോഴും ഞങ്ങൾ ആളുകൾ അതിനകത്ത് വഴിതെറ്റി വീണു പോകുന്നു. അതാണ് ഞങ്ങൾക്ക് പറ്റിയ പരാജയം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഗുരു പറഞ്ഞു, സംഘടിച്ച് ശക്തരാകാൻ എന്തിനാണ് പറഞ്ഞത്? അവകാശ പോരാട്ടം നടത്താനാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞു. പ്രബുദ്ധത വേണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. ഇതെല്ലാം മനസ്സിലാക്കി മറ്റു സമുദായങ്ങളുണ്ട്. ഗുരുവിൻ്റെ ദർശനം മനസ്സിലാക്കി നേരത്തെ മുന്നോട്ട് പോകാൻ സാധിച്ചവരാണ് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായം. കൃഷി വ്യവസായം തന്നെ സമ്പന്നരാകാൻ ഇത് മൂന്നും നടപ്പിലാക്കിയത് ആരാണ്? നടപ്പാക്കിയത് ഉൾക്കൊണ്ടതും നടപ്പിലാക്കിയത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളാണ്. അവർക്കൊരു നേതാവുണ്ട്, അവർക്കൊരു ബിഷപ്പുണ്ടെങ്കിൽ ആ ബിഷപ്പ് പറയുന്നവരനുസരിച്ചിരിക്കും. തങ്ങൾ പറഞ്ഞാൽ അവരുടെ സമുദായം കേട്ടിരിക്കും. ഇവിടെ എല്ലാവരും തങ്ങന്മാരാണ്, എല്ലാവരും ബിഷപ്പുമാരുമാണ്. അതുകൊണ്ട് ആര് പറഞ്ഞാലും ആരും കേൾക്കില്ല. അതാണ് ഈഴവന് പറ്റിയത്, ഹിന്ദുക്കൾക്ക് പറ്റിയത്. ഭവന പദ്ധതിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞിരുന്നു. അടുത്ത 4 വർഷത്തിനുള്ളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റ് പദ്ധതികൾ എന്തൊക്കെയാണ്? സർക്കാരിൽ നിന്ന് ഭൂമി ഉള്ളവർക്കെല്ലാം വീട് കുറച്ച് ഫണ്ട് അനുവദിക്കുന്നുണ്ട്. ആ ഫണ്ട് കിട്ടാവുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും പോരായ്മ നമ്മൾ കൊടുത്തുകൊണ്ടും ഈ ഭവനം നിർമ്മിച്ചു കൊടുക്കുക. സർക്കാരിന് ഇപ്പോൾ 2 ലക്ഷം രൂപ കൊടുക്കും. ഈ 2 ലക്ഷം രൂപ കൊണ്ടൊന്നൊരു വീടുണ്ടാക്കാൻ സാധിക്കില്ല. പിന്നെ അതുമാത്രമല്ല, അതിൻ്റെ അപ്രായോഗികത. ആദ്യം ഉള്ള വീട് പൊളിക്കുക, എന്നിട്ട് ഫൗണ്ടേഷൻ കെട്ടുമ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് തരും. ആ കഷ്ടപ്പെട്ട് ഈ ഉള്ള വീട് പൊളിച്ചടുക്കിയിട്ടിട്ട് ഫൗണ്ടേഷൻ കെട്ടിയിട്ട് പിന്നെ ഇവന് കാശിന് നടന്ന് കുറേ കഴിയുമ്പോൾ വില്ലേജ് ഓഫീസറൊക്കെ വന്നിട്ട് ഇവർക്ക് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടി.
ഇത് കിട്ടിക്കഴിയുമ്പോഴായിരിക്കും സാധനത്തിനുള്ള വിലകയറ്റം എല്ലാം കൂടെ വരുമ്പോൾ ഈ പറയുന്നൊരു കൊച്ചു വീട് തീർക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളോട് എടുക്കുകയാണ്. അപ്പോൾ സമയത്ത് തീർക്കാനൊക്കാതെ വരുന്നത് കൊണ്ടും ഇതെല്ലാം പെൻഡിങ്ങായി പോവുകയും ഉള്ള വീട് പൊളിച്ചെടുക്കുകയും പോയി പുതിയൊന്നും നിർമ്മിക്കാനും സാധിക്കാത്ത വലിയ ദുരവസ്ഥയാണെന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് നമ്മളൊരു ഏജൻസിയായിട്ട് നിന്നുകൊണ്ട് അവരുടെ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി പോരാത്ത ഫണ്ട് നമ്മൾ പല രീതിയിൽ നമുക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ സാധിക്കും. മെറ്റീരിയൽസായിട്ടായിട്ടും പണമായിട്ടും മറ്റ് സംഭാവനയായിട്ടും പ്രയത്നമായിട്ടും എല്ലാം ചെയ്ത് ഏറ്റവും വേഗം ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് സാധിച്ചു കൊടുക്കുക. അതിൻ്റെ പലയിടത്തും ഇപ്പോൾ വൈക്കം യൂണിയനിൽ ഒരു ശാഖയിൽ ഒരു വീട് വെച്ച് എല്ലാവർക്കും വെച്ചു കൊടുത്തു കഴിഞ്ഞു. SNDP യോഗത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാട് എന്താണ്? SNDP യോഗത്തിന് രാഷ്ട്രീയമില്ല. SNDP യോഗത്തിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അതുകൊണ്ട് ആര് നല്ലത് ചെയ്യുന്നുവോ അത് നല്ലതെന്ന് പറയുക എന്നുള്ളതല്ലാതെ SNDP യോഗം ഒരു പാർട്ടിയുടെയും വാലുമല്ല ചൂലുമല്ല. അവർക്ക് അങ്ങനെ ഒരു നിലപാടുമില്ല. അതുപോലെ സാമൂഹ്യ നീതിക്ക് വേണ്ടി പടവരുതുക, സമുദായത്തിന് അർഹതപ്പെട്ടത് ലഭിക്കുന്നതിന് വേണ്ടി അവകാശങ്ങൾ സമരങ്ങൾ നടത്തി, അല്ലെങ്കിൽ അവകാശങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തുക, തന്നില്ലെങ്കിൽ അവകാശ സമരങ്ങൾ നടത്തുക എന്നും SNDP യോഗം ഒരു സമര സംഘടനയായിട്ടാണ്. കർഷക തൊഴിലാളി സംഘടിപ്പിച്ച ആരാണ്? ഇവിടെ SNDP യോഗമാണ്. അന്ന് ഇടത് പാർട്ടിയും വലത് പാർട്ടിയൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം അത് TK മാധവനാണ് ആദ്യമായിട്ട് കർഷക തൊഴിലാളിയെ കുട്ടനാട്ട് നടന്ന് സംഘടിപ്പിച്ചത്. വാടപ്പുറം മാവ എന്ന് പറഞ്ഞ ആളാണ് കരഫാക്ടറി തൊഴിലാളികൾ സംഘടിപ്പിച്ചത്. ഇവിടെ നിവർത്തന പ്രക്ഷോഭണം നടത്തി സംവരണം വാങ്ങിച്ചതും അതുപോലെ സമരം നടത്തി സഞ്ചാര സ്വാതന്ത്ര്യം മേടിച്ചതും എല്ലാം SNDP മുൻകൈ എടുത്തുകൊണ്ടാണ്. അങ്ങനെ SNDP ഒരു സമര സംഘടനയാണ്. അങ്ങനെ ഒരു അവകാശ പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ അവകാശ പോരാട്ടങ്ങൾ അന്നും ഇന്നും തുടർന്നുകൊണ്ടിരിക്കും. അതൊരു രാഷ്ട്രീയക്കാരുടെ ഒരു വിദ്വേഷമില്ല, ഒരു വിരോധമില്ല. ആര് ഞങ്ങളോട് സ്നേഹം കാണിക്കുന്നു അവരോടും ഞങ്ങളും സ്നേഹം കാണിക്കും. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ താങ്കൾക്കെതിരെ കടുത്ത നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. പക്ഷേ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം താങ്കളുടെ നിലപാടുകളിൽ വലിയ മാറ്റം സംഭവിച്ചു. എന്താണ് അതിന് കാരണം? ഈ ഇലക്ഷൻ സമയത്ത് ഇടതുപക്ഷത്തെ ഞങ്ങളെ ഇപ്പോൾ SNDP പറ്റി പലതും പറഞ്ഞെങ്കിലും പറഞ്ഞു കിട്ടിയതിന് ശേഷം അവരാരെങ്കിലും മണിയാശാൻ പോലും ഒന്നും പറയാം. അവരാരൊന്നും പറയില്ല. അവർ പറയുമ്പോഴല്ലേ നമ്മളും വല്ലതും പറയേണ്ടി വരുന്നത്. അവരങ്ങനെ ഒരു വിമർശന രൂപത്തിലുള്ള വലിയ കാര്യങ്ങളൊന്നും പറയാത്തിടത്തോളം കാലം അവർ സ്നേഹമായിട്ട് പെരുമാറുമ്പോൾ അങ്ങോട്ടും അതേ നാണയത്തിൽ സ്നേഹപ്രകടനം നടത്തുകയല്ലേ നമ്മൾ സാമാന്യ മര്യാദ. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതിനും എതിർക്കണം. കാരണം അത് അവരുടെ ആവശ്യമാണ്. കാരണം ആര് പറഞ്ഞു എന്ന് നോക്കി എതിർക്കുക, എന്ത് പറഞ്ഞു എന്ന് നോക്കിയല്ല. ആര് പറഞ്ഞു? പിണറായിയാണ് പറഞ്ഞത്, അന്നാ എതിർക്കണം. അത് പിണറായി പറഞ്ഞ് എന്താണെന്ന് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് പറഞ്ഞു, എന്തു പറഞ്ഞു എന്നതും കൂടെ നോക്കിയിട്ട് ആണ് സത്യങ്ങളുള്ള കാര്യങ്ങൾക്ക് സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക. ഞങ്ങളാരും രാഷ്ട്രീയക്കാരല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുന്നതിന് എല്ലാത്തിനും എതിർത്ത് വർത്തമാനം പറയുന്ന ഒരു ശൈലി ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ അന്നിനും അതുപോലുള്ള കാര്യത്തിൽ പ്രതികരിക്കാത്തത്. ഇടതുമുന്നണി ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? തുടക്കമൊക്കെ വളരെ നന്നായിരുന്നു. അതിന് ശേഷം വന്ന് ഇതുവരെയുള്ള ചിലവർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരുപാട് പദ്ധതികൾ ഇട്ടെങ്കിൽ തന്നെയും പലപ്പോഴും അതിൽ നിന്നെല്ലാം ചില ഈ ക്ഷീണം പറ്റിയിട്ടുണ്ട്. ഇപ്പം തന്നെ ജയരാജൻ്റെ രാജി, അങ്ങനെ ചെറിയ ചെറിയ രാജ്യങ്ങളും അതെല്ലാം പ്രതിപക്ഷം നല്ലപോലെ മുതലെടുത്ത് കളഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വല്ല സീറോ ആയിട്ട് കിടന്ന ആളാണ്. അത് വലിയ ശോഭിച്ചിരുന്നില്ല. പക്ഷേ ഇതൊക്കെ കൂടെ കിട്ടിയതോടുകൂടി അവിടെ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ റേഞ്ച് അല്ലെങ്കിൽ ഗ്രാഫ് കൂടി. കാരണം മറ്റദ്ദേഹം രാജിവെച്ചതോടുകൂടി എല്ലാവരും കൂടെ രാജിവെപ്പിച്ചുകളായി, ഇനി മുഖ്യമന്ത്രിയെ കൂടെ രാജിവെപ്പിച്ചുകളാം, തൊട്ട രാജി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല. ഞാൻ പിച്ചുമ്പയും പിടിച്ച പോലെയാണ് ഭരണത്തിലിരിക്കുന്നവരെല്ലാവരും ഇങ്ങനെ രാജി എന്ന് പറഞ്ഞു. അങ്ങനെ എന്തുകൊണ്ടും ഒരു നല്ല രീതിയിലുള്ള തുടക്കമായിരുന്നെങ്കിലും ചെറിയ ചെറിയ വരുമല്ലോ. ഇതിനകത്ത് ഭരണത്തിൽ ഏറ്റവും ഇറക്കവും വരും. തുടക്കം വളരെ നന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ ശനിയുടെ അപഹാരമുണ്ട്. അത് നമുക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് മൊത്തം ഇപ്പോൾ അപഹാരമാണല്ലോ. 100 രൂപ 1000 നോട്ടും
500 നോട്ടും ഇവിടെ പിൻവലിച്ച കൂടി തന്നെ കുറേ നാളുകളായിട്ട് കേരളം തന്നെ, ഇന്ത്യ തന്നെ മൊത്തം ഒരു വിഷമസ്ഥിതിയിലാണ്. കാര്യം നല്ലതിനാണ് ചെയ്തതെങ്കിലും ആ ചെയ്ത രീതിയിൽ എവിടെയൊക്കെ അപാകത പറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്ത് അത് ചെയ്യാൻ തയ്യാറായിരുന്നു എങ്കിൽ ഈ അപാകത വരികയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വലിയ വിമർശനമല്ലേ. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നാം വരെ അവസരങ്ങൾ കൊടുത്തില്ലേ. കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ പ്രതിപക്ഷങ്ങൾക്കെല്ലാം ഒന്നാകാൻ ഒരവസരം കൊടുത്തു. അത് വേണ്ടായിരുന്നു. കുറച്ചുകൂടെ പക്വമായും ആലോചിച്ചും കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്തുകൊണ്ടും ആ പരിഷ്കാരം വരുത്തിയിരുന്നു എങ്കിൽ ഇത്തരവും അപകടം വരികയില്ലായിരുന്നു. BDJS എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി എന്തായിരിക്കും? ഞാൻ നോക്കിയിട്ട് വേണ്ടേ ഭാവി പറയാൻ. ഞാൻ നോക്കിയിട്ടുമില്ല, ഭാവിയെപ്പറ്റി എനിക്കിട്ട് അറിയാനും വയ്യ. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അതുമായിട്ട് ഒന്നും നോക്കിയിട്ടില്ല. അതായിരിക്കും സത്യം. വാക്കുകളിലെയും നിലപാടുകളിലെയും കാർക്കശ്യം വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖമുദ്രയാണ്. എന്താണ് ഈ കാർക്കശ്യത്തിൻ്റെ കാരണം? ഞാനങ്ങനെ ഒരു കർക്കശക്കാരനല്ല. ഇത് മീഡിയകൾ സൃഷ്ടിക്കുന്ന. എന്നോട് അടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഒരിക്കലും അവർ എന്നിൽ നിന്ന് പിരിയാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ സ്ഥാനമോഹങ്ങളും ആയിട്ട് നടക്കുന്ന പലരും ഇങ്ങനെ ഉണ്ടെന്നുള്ളതല്ലാതെ ഞാനൊരു കർക്കശക്കാരനല്ല. അടുത്ത എല്ലാവരും തന്നെ കർക്കശക്കാരനല്ല, വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്നുള്ള ചിന്തയാണ്. ഒരു പണക്കാരനാണെന്നുള്ള വിചാരമോ അതിൻ്റെ തണ്ടോ ഒന്നുമില്ലാതെ പാവങ്ങളുടെ ഇടയിൽ നിന്ന് അവരോടൊപ്പം കഴിയുന്ന ഒരാളെന്ന നിലയിൽ ആണ് ബാക്കിയുള്ളവരുടെ വിചാരം. പിന്നെ നിങ്ങളെല്ലാം കൂടെ ഇങ്ങനെ എന്നെ ഭീകരനായിട്ട് പറഞ്ഞ് അതും ചില കാര്യത്തിൽ കൊള്ളാം. ഞാനത് ഭീകരനാണോ എന്ന് നിങ്ങൾ ചോദിച്ചിങ്ങനെ ഒരു ഭീകരനാണ് അവനങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നിഷേധിക്കാറൊന്നുമില്ല. കാരണം ചിലയിടത്തെല്ലാം ഈ ഭീകരത്വം പറയുന്നത് ചിലയിടത്തു നിന്ന് രക്ഷപ്പെടാൻ നല്ലതാണ്. അതല്ല ഈ പാവമാണ്, വെറും മരമാണ്, കല്ലാണ് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുകയില്ല, പറയുകയില്ല. വെറും മരവും കല്ലുമാണെന്നുണ്ടെങ്കിൽ പിന്നെ അവനിട്ട് എല്ലാവരും തോണ്ടാൻ നടക്കരുത്. അപ്പം നമുക്കിട്ടൊന്ന് തോണ്ടിയാൽ നമ്മളും തോണ്ടണ്ടേ? അല്ലെ പിന്നെ നമ്മളതിനെ ഈ കസേര ഇരിക്കണം. നമ്മളിരിക്കുന്ന കസേരയുടെ ഒരു മാന്യത കാണിക്കണ്ടേ, മര്യാദ കാണിക്കണ്ടേ? പിന്നെ എനിക്ക് വോട്ട് ആരുടെയും വേണ്ട. ആരുടെയെന്ന് വെച്ചാൽ പാർലമെൻ്ററി മുഖമില്ല. അതുകൊണ്ട് ഞാൻ ആരെയും സൂപ്പിച്ച് പുറത്താകാൻ പറയത്തില്ല. ഒത്തു പറയാതെ ഉള്ളതങ്ങ് പറയും. അതാളുകൾക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഈ മീഡിയകൾ എന്നെ തിരക്കി വരണം. പലരെല്ലാം കാശ് മുടക്കി മീഡിയയെ വരുത്തുകയാണ്. ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. മീഡിയകൾ എന്നെ തിരക്കിയാൽ വരാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതിൽ കുറേ ശരിയുണ്ടെന്നും ആ ശരി ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും മീഡിയ നടത്തുന്നവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ വരും. അതല്ല ഞാൻ ഇത്തരം കർക്കശക്കാരൻ കൊള്ളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മീഡിയകൾ എന്തിനാണ് എന്നെ തിരക്കി വരണം? കാരണം ഞാൻ പറയുന്നതിൽ ചെറിയ കഴമ്പുകളുണ്ടെന്നും പല അപ്രിയ സത്യങ്ങളും ചിലപ്പോൾ ഞാൻ പറഞ്ഞു തരും. പലർക്കും അപ്രിയ സത്യങ്ങളും പറയാൻ മടിയാണ്. അങ്ങനെ അപ്രിയ സത്യങ്ങൾ മുഖം നോക്കാതെ പറയാൻ ഉള്ളത് തന്നെയാണ് എനിക്കുണ്ട്. കാരണം ഞാൻ ആരുടെയും മുമ്പിൽ കൈനീട്ടി ഔദാര്യത്തിന് വേണ്ടി ഞാൻ ചെന്നിട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരനെ എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു ഇൻകം ടാക്സുകാരനെ ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു പോലീസുകാരനെ ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞാൻ കുറ്റം ചെയ്തെങ്കിലേ ഞാൻ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. ഒരു കുറ്റവും അറിഞ്ഞു ചെയ്തിട്ടില്ല. ഒരു സാമ്പത്തിക ക്രമക്കേടും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആരും ഭയമില്ല. പിന്നെ ഈ ആക്ഷേപം ഉന്നയിക്കുന്നവരെല്ലാം ഇതിൻ്റെ എല്ലാ ഒത്താതുകളാണ്, എല്ലാ കുഴപ്പത്തിൻ്റെ ഒത്താതുകളാണ്. അവർ മുന്നിയോളന്മാരായി അത് ശ്രമിക്കുമ്പോൾ ഞാൻ അവരെപ്പറ്റി ചിലപ്പോൾ പറഞ്ഞു വരും. മനഃപൂർവ്വമല്ല. ഇങ്ങോട്ട് പറയുന്നതിന് അതേ നാണയത്തിൽ ചിലപ്പോൾ തിരിച്ച് എത്ര വലിയവരാണെങ്കിലും പറഞ്ഞു തരും. പ്രത്യേകിച്ച് എനിക്ക് 80 വയസ്സോളമായി. ഈ 80 വയസ്സിലും ഞാൻ കാണാത്ത രാഷ്ട്രീയക്കാരില്ല. എൻ്റെ നിന്ന് ഔദാര്യം മേടിക്കാത്തവർ വളരെ കുറവാണ്. ഞാൻ കച്ചവടക്കാരനായിട്ട് നടന്ന കാലത്തില്ല എന്നോടേക്ക് സംഭാവന മേടിച്ചവരാണ് ഇന്നത്തെ വലിയ നേതാക്കന്മാർ ഒരുപാട് പേര്. എല്ലാവരും എന്ന് പറയില്ല, ഒരുപാട് പേര്. കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. എനിക്ക് രാഷ്ട്രീയമില്ല. പിന്നെ അവരൊക്കെ ഇന്ന് മാറി നിന്നിട്ട് എന്നെ കൊഞ്ഞനം കേട്ടാൻ തുടങ്ങിയാൽ ഞാനും തിരിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അധികം പറ്റല്ല, അധികം പ്രസംഗമല്ല. അവർ പറഞ്ഞ ഞാനിരിക്കുന്ന കസേരയോട് ഞാൻ നീതി പുലർത്തണ്ടേ? ഞാൻ SNDP ഞാൻ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ ആക്രമിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ പറയുന്ന അവരോട് അതേ നാണയത്തിൽ തിരിച്ച് ഞാൻ പറയേണ്ടി വരും.
എൻ്റെ കടമയും ദൗത്യം ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളതല്ലാതെ അവരോടൊന്നും ഒരു വിഷമമുണ്ടായിട്ടല്ല. കർക്കശക്കാരനല്ല, ഞാൻ പാവമാണ്. രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് മിത്രങ്ങളും ശത്രുക്കളുമുണ്ട്. വ്യക്തിപരമായി താങ്കൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ്? AK ആൻ്റണി. ഞങ്ങൾ ഒന്നിച്ച് ചെറുപ്പകാലത്ത് KSU ഉണ്ടാക്കാൻ നടന്ന ആളുകളാണ്. അന്ന് KSU ആദ്യം ഉണ്ടാക്കിയത് ഞങ്ങളുടെ കൂടെയാണ്. ഞാനിവിടെ കാണിച്ചുള്ള സ്കൂളിൽ പഠിക്കുന്നു, ആൻ്റണി ചേർത്തല സ്കൂളിൽ പഠിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ സ്കൂട്ടറിൽ പുള്ളി അവിടെ നിന്ന് ഒരു ഒടിഞ്ഞു മടങ്ങിയ ഒരു തുരുമ്പ് സൈക്കിളിൽ ചവിട്ടി കൂടെ വരും ചേർത്തലയിൽ നിന്ന്. എനിക്കന്ന് സ്കൂട്ടറൊക്കെ ഉണ്ട്. അത് ചേർത്തല താലൂക്കിൽ 2 പേർക്കാൻ പറ്റിയ സ്കൂട്ടറുണ്ട്, എംബർട്ട സ്കൂട്ടർ. അന്ന് 2500 രൂപയാണ് അതിന് വില, പുതിയതിന്. അപ്പോൾ അതിന് ഞങ്ങൾ കിടന്ന് ഈ താലൂക്ക് മുഴുവൻ KSU ഉണ്ടാക്കാൻ നടക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ടൊക്കെ അദ്ദേഹം വളർന്നങ്ങ് ഉയർന്നു പോയെങ്കിലും എത്ര വളർന്നിട്ടും ആ വിനയവും ആ അദ്ദേഹത്തിന് കൈവിട്ട് മാറിയിട്ടില്ല. ചിലരെല്ലാം അങ്ങനെയല്ല. ഇന്നലെ വരെ നമ്മളുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ അലുവ മണത്തറത്ത് വെച്ചാലും കണ്ട പാവം നടിക്കാറില്ല. ആൻ്റണിക്ക് അങ്ങനെയല്ല. ആൻ്റണി അന്നും ഇന്നും എന്നും ഒരു സ്നേഹഭാവത്തിലുള്ള പെരുമാറ്റവും. എൻ്റെ രാഷ്ട്രീയം ചിലപ്പോഴെല്ലാം ഞാൻ പുള്ളിനെയും ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാലത് തേക്ക് തടിയാണെന്ന്. ഈ തേക്ക് കടി ചെതിൽ കയറിയിരിക്കുന്നു. ഈ തേക്ക് കടി ചെതിൽ കയറി തേക്കിനൊന്നും ചെയ്യാനൊക്കെ പറ്റില്ല. ഈ ചെതിലിനോട് ഇഷ്ടമുള്ളവർ ബാക്കിയുള്ളവരെന്താ ചെയ്യേണ്ടത്? ചൂട്ട് കത്തിച്ച് ചെതിലിനെ കൊല്ലേണ്ട ജോലി എന്താണ്? ചെതിലൊന്നും ചെയ്യാൻ തേക്ക് കടിയൊന്നും ചെയ്യത്തില്ല. സ്നേഹമുള്ളവരാണ് അത് ചെയ്യേണ്ടത് എന്നുവരെ മലപ്പുറം വിമർശിച്ചിട്ടുണ്ട്. ഇതൊന്നും എത്ര വിമർശിച്ചാലും അദ്ദേഹത്തിന് പരിഭവമില്ല. മാത്രമല്ല അതിൻ്റെ പേരിൽ ഒരു പ്രതികാരം ചെയ്യാറില്ല. എന്നും സ്നേഹവും ആ ബന്ധവും ഇന്നലെ ഇന്നും ഇതുവരെയും കാത്തുരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ AK ആൻ്റണിയെ ഞാനോട് ഇഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇപ്പറേ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നേതാവാണ് പിണറായി. കാര്യം വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയാഭിപ്രായത്തിനെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയാഭിപ്രായത്തിൽ യോജിപ്പുള്ളവരുണ്ടാകാം, വിയോജിപ്പുള്ളവരുണ്ടാകാം. പക്ഷെ ഒരിക്കലും അവഗണിക്കാനൊക്കാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പിണറായി. അദ്ദേഹത്തിന് എന്നെക്കൊണ്ട് ഭീകരനാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അടുത്ത് നോക്കിയാൽ ഇത്ര സിമ്പിളായ ഒരാളില്ല. പിണറായി എന്ന് പറഞ്ഞാൽ ഭീകരൻ, കൊലയാളി, കൊള്ളുകയില്ലാത്തവൻ എന്നൊക്കെ വലിയ, പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂറിലുള്ളവർക്കെല്ലാം ഈ മലബാർ മേഖലയിലുള്ള അദ്ദേഹത്തെ പറ്റിയെല്ലാം അകന്നു നിന്ന് വളരെ അസസ് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് അടുത്ത് നിന്നും അകന്നു നിന്നും ഒക്കെ പഠിച്ചൊരാളെന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരുപാട് പ്രതിസന്ധികൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ലാവലിൻ കേസ് ഉൾപ്പെടെ അദ്ദേഹത്തെ തകർക്കാൻ കൂടെ നിന്നവർ പോലും ശ്രമിച്ചപ്പോൾ പോലും ശക്തമായ പാർട്ടി പ്രവർത്തനം നടത്തി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റ കൊടക്കീഴിൽ ശക്തനായി നിലനിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമില്ല. അന്ന് ഒരുപാട് ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിനുള്ള വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്നതാണ്. ഒരു നേതാവിനും കേരളത്തിൽ ഞാൻ അത് കണ്ടിട്ടില്ല. അല്പം ഉള്ളത് ആൻ്റണിക്കാണ്. അത് ഇത്രയും ഇല്ല. കാരണം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടിയില്ല എങ്കിൽ ആ നമ്പർ നോക്കി തിരിച്ചു വിളിക്കുക. അത് അപൂർവത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉള്ള ഗുണങ്ങളിൽ ഒന്നാണ്. അങ്ങനെ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ജനസമ്മതനായ ഒരു രാഷ്ട്രീയ നേതാവും എന്നാൽ 1-ാം നമ്പർ ഒരു സംഘാടകനാണ്. ആ 1-ാം നമ്പർ സംഘാടകനായതുകൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല കഷണങ്ങളായി പല തർക്കങ്ങൾ കിടന്നപ്പോഴും സർദാർ പട്ടേലിൻ്റെ ആ ഒരു ഉരുക്ക് മനുഷ്യനെന്നല്ല നമ്മൾ സർദാർ പട്ടേലിനെ പറ്റി ഇന്ത്യയുടെ നാട്ടുരാജാക്കന്മാർ പല കഷണമായി കിടന്നപ്പോൾ ഇന്ത്യ ഒന്നാക്കിയത് സർദാർ പട്ടേലാണെന്ന് പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുപാട് വഴക്കും കുഴപ്പമൊക്കെ ഉണ്ടായി. ഗ്രൂപ്പിസവും ഇതെല്ലാം ഗ്രൂപ്പാണെന്ന് ഞാൻ പറയാതെ തന്നെ അച്യുതാനന്ദൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ട് പോലും ഒരു സർദാർ പട്ടേൽ ചെയ്തതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ ഒറ്റച്ചരലിൽ കെട്ടി നിർത്തി ശക്തനായി നിലനിർത്താൻ അദ്ദേഹത്തിൻ്റെ നേതൃപാഠമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയാഭിപ്രായം എന്തുമാകട്ടെ, അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുമ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ശക്തമായി വാദിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളും അതുകൊണ്ട് പ്രവർത്തന ശൈലികളും
എനിക്ക് ഏറെ ഇഷ്ടമായിട്ടുണ്ട്. ഒട്ടേറെ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു നേതാവാണ് താങ്കൾ. ഏതെങ്കിലും ആരോപണം താങ്കളെ വ്യക്തിപരമായി വേദനിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് വേദനയുള്ള ഒരു ആരോപണവും ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് ആരോപണം എല്ലാവരും നടത്തിയതെല്ലാം അവസാനം എനിക്ക് പൂമാലയായല്ലേ മാറിയത്. എനിക്കൊരു വേദന ഉണ്ടായിട്ടില്ല. ഈ ആരോപണങ്ങളെല്ലാം SNDP യോഗത്തിനകത്ത് വരുമ്പോൾ ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് വന്നവനാണ് ഞാൻ. അതുമായിട്ട് നോക്കുമ്പോൾ എനിക്ക് ആരോപണം വളരെ കുറവാണ്. കുമാരനാശാരുടെ ഇതെല്ലാം ചെയ്തതാണ്. കൊള്ളാമെന്ന് വിളിച്ചതല്ലേ കുമാരനാശാന്. മാത്രമല്ല ശങ്കർ സാറിന് എങ്ങനെയാണ് അദ്ദേഹം അകാലത്ത് ചരമടയേണ്ടി വന്നതിന് ഈ സമുദായം കാരണമല്ലേ, അദ്ദേഹത്തെ കൊള്ളാമെന്ന് വിളിച്ചതല്ലേ. അപ്പോൾ ഇതിനുള്ള കാര്യങ്ങളെല്ലാം മുൻഗാമികളുടെ ഈ അനുഭവങ്ങളെല്ലാം മുന്നിൽ ഞാൻ കണ്ടുകൊണ്ട് വന്നതായിട്ട് നോക്കിയാൽ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കാവുന്ന ഒന്നുമില്ല. എല്ലാം വിമർശനങ്ങൾ ഓരോന്ന് വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഒരു കർമ്മശേഷി എനിക്ക് കൂടുതലുണ്ടാകുകയും അതിലൂടെ എനിക്ക് കൂടുതൽ ഊർജം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രയാസവും തോന്നിട്ടില്ല. എല്ലാ കരുത്തുകൾക്കിടയിലും താങ്കളുടെ കുടുംബം, പ്രത്യേകിച്ച് മകൻ, താങ്കൾക്കൊരു ദൗർബല്യമാണോ? ഈ ഒരു കാരണവശാലില്ല. അപ്പോൾ എൻ്റെ തീരുമാനം ഭാര്യ മകൻ ഇതുപോലുള്ള ഒരു ആരും എൻ്റെ നയങ്ങളും നയപരിപാടികളിൽ സ്വാധീനിക്കാൻ നാളിതുവരെ ആരും ശ്രമിച്ചിട്ടില്ല. അവർക്കറിയാം അങ്ങനെ സമീപിച്ചാൽ ഞാൻ കേൾക്കുകയില്ല. ഞാൻ നയവും നയപരിപാടിയും ഞങ്ങളുടേതായ ബോഡിയിൽ ചർച്ച ചെയ്ത് അതുമായിട്ട് മുമ്പോട്ട് പോകും. അതിന് മക്കളോ ഭാര്യയോ മറ്റുള്ളവരോ ഒന്നും അതിനകത്ത് ഇടപെട്ട് എന്നെ വഴിതെറ്റിക്കാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ നയിക്കാനോ ഒരു ശുപാർശ പോലും പറയാനില്ല. എൻ്റെ ഭാര്യയാണെങ്കിൽ പറയും, പറയാനുള്ളതെല്ലാം നേരിട്ട് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞൊന്നും വന്നാൽ അത് ഡിസ്ക്വാളിഫിക്കേഷൻ, അടുക്കള ഭരണം പുള്ളിക്കിട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നോട് പറയേണ്ടത് നിങ്ങൾ നേരെ പറഞ്ഞാൽ മതി എന്ന് പറയും. ജീവിതത്തെക്കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാടൊന്ന് വ്യക്തമാക്കാമോ? എന്താ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്? ഇനിയിപ്പോൾ 19 വയസ്സായി. ഇനി ഇത് ഇങ്ങനെ പോയി അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ. വലിയ ആഗ്രഹങ്ങളില്ല. ഒരു കാലത്ത് എനിക്കിങ്ങനെ വ്യവസായം ചെയ്തങ്ങ് കയറി ഞവത്തിൽ നിന്ന് ട്രാക്ക് തെറ്റി ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഈ ട്രാക്കിൽ കൊണ്ട് പോയി അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഇനി വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒന്നുമില്ല. ഞാനൊരു ചെറിയ കുടുംബമാണ് എനിക്ക്. ഞാനീ താമസിക്കുന്നതിൻ്റെ കണ്ടില്ല, എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ്. 10-12 ഏക്കർ സ്ഥലമുണ്ട്. ഇതിനകത്താണ് ഈ വീട് ഞാൻ വെച്ചതാണ്. 45 കൊല്ലങ്ങൾക്ക് മുമ്പ് വെച്ചതാണ്. ആ 45 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് 7 രൂപ സിമെൻറ്റിന് വിലയുണ്ട്. മേശരിക്ക് 4 രൂപയുണ്ട്. ആശാരിക്ക് 5 രൂപയുണ്ട്. അപ്പോൾ അന്ന് ഇതൊക്കെ മദ്രാസിൽ നിന്ന് വന്ന് ഇട്ടതാണിതിൽ. ഇന്ന് മൊസൈക്കൊന്നും കേരളത്തിലില്ല. എല്ലാം മദ്രാസിൽ നിന്ന് ചോദിച്ചോ. അപ്പോൾ സാമാന്യം ഒച്ചപിടിച്ച് പോകാനുള്ള ഭൗതിക സാധനം അച്ഛനുണ്ടാക്കി, ഞാനും കുറച്ചുണ്ടാക്കി. ഇനി 2 മക്കളേ ഉള്ളു. അതെല്ലാം രണ്ടും 2 വഴിക്ക് അവരവരുടെ രീതിയിൽ കഴിയുന്നുണ്ട്. പിന്നെ എനിക്കെന്താണ്? ആകെ ഞാനും ഭാര്യയും കൂടെ. ഒരു പട്ടിയെപ്പോലെയോ പൂച്ചയെപ്പോലെയോ ഈ വീട്ടിൽ വളർത്തുന്നില്ല. അതിനുള്ള ചിലവ് പോലും നടത്തേണ്ട കാര്യമില്ല. ചെറിയ കള്ളു പിടിക്കേണ്ട, സിനിമ ഇല്ല, നാടകമില്ല, ക്ലബില്ല, ഒന്നുമില്ല. ആകെ ചെറിയ കുടുംബം, ചെറിയ ചിലവ്, ചെറിയ ചിലവുകളെ ഞങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോകുന്നതിൽ യാതൊരു പ്രയാസമില്ല. വലിയ ആഗ്രഹങ്ങളില്ല. ഇനി സമുദായത്തിന് എന്തെങ്കിലും ചെയ്യാൻ കിട്ടുന്ന നല്ല അവസരങ്ങൾ അവർക്ക് നന്മ വരുത്തുവാൻ വേണ്ടി, പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ എന്ത് അളവ് വരെ ഞാൻ പ്രവർത്തിക്കണമെന്ന് നേരത്തിൽ അത് ഞാൻ ചെയ്യും. നാളെ ചരിത്രം വെള്ളാപ്പള്ളി നടേശനെ ഏത് രീതിയിൽ രേഖപ്പെടുത്തണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു സ്ഥാനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് പേര് വന്നു പോകും. ഇപ്പോൾ മഹാത്മാഗാന്ധിയെ പോലും ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കളോട് ചോദിച്ചാൽ പോലും മഹാത്മാഗാന്ധി ആരാണെന്ന് ചോദിച്ചാൽ അറിയാൻ സാധിക്കില്ല. അങ്ങനെ ആരുടെയും ഒരു പ്രസിദ്ധിക്കോ അതല്ലെങ്കിൽ ഈ പിൽക്കാലത്ത് ഞാൻ ആരായിരുന്നു എന്ന് ഞാൻ അറിയണമെന്ന് ഒരു താല്പര്യമില്ല. അങ്ങനെ ഉണ്ടാകലെന്നും പൂർണ്ണമായും വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്ത് നമ്മൾ പോവുക എന്നുള്ളതല്ലാതെ ഞാൻ ആരായിരിക്കുന്നു, എന്നെപ്പറ്റി ഓർക്കാൻ എന്താ ഒരു സ്മാരകങ്ങൾ നിർമ്മിക്കണം, അങ്ങനെയൊന്നും യാതൊരു താല്പര്യമില്ല, ആഗ്രഹമില്ല. അത് വേണ്ടതാനും. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രീനാരായണ സൂക്തം ഏതാണ്? ഗുരുദേവൻ എഴുതിയ ഒരു പ്രാർത്ഥന, സർവമത പ്രാർത്ഥനയാണത്. ദൈവമേ കാത്തോളുക എന്നുള്ള നിങ്ങൾ കേട്ട് കാണണം. കേട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. അത് എല്ലാ മതം, ദൈവം ആരാണോ, അള്ളാവാണെങ്കിൽ അള്ളാഹ്, യേശുവാണെങ്കിൽ യേശു, ബുദ്ധനാണെങ്കിൽ ബുദ്ധൻ, അതല്ല ഗുരുദേവനാണെങ്കിൽ ഗുരുദേവൻ, അതുമല്ല ഇനി കൃഷ്ണനാണെങ്കിൽ
അങ്ങനെ ആരാണ് ദൈവം, ആ ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ് ദൈവദശകം. അപ്പോൾ ആ ദൈവദശകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുദേവൻ്റെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നല്ലതും. വളരെ നന്ദി ശ്രീ വെള്ളാപ്പള്ളി നരേശൻ സാർ. താങ്ക് യു.